ഹായ് ഓൾ, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നമ്മളിന്ന് PSC സ്റ്റഡീസിൻ്റെ തേർഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ചൈനീസ് വിപ്ലവമാണ്. ഇപ്പം നോക്കാം. അപ്പോൾ ചൈനീസ് വിപ്ലവം എന്ന് പറഞ്ഞാൽ ചൈനയിലെ രാജവാഴ്ച അവസാനിപ്പിച്ചിട്ട് റിപ്പബ്ലിക് ഭരണവും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭരണവും സ്ഥാപിക്കാനിടയായിട്ടുള്ള ഒന്നാണ് ചൈനീസ് വിപ്ലവം. ഇത് രണ്ട് പ്രധാന ഘടകങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത് 1911 സിൻഹായ് വിപ്ലവവും രണ്ടാമത് 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവവും. ഇതുണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതുണ്ടായതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ആദ്യം മഞ്ചു ഡൈനാസ്റ്റിയുടെ ദുർബല ഭരണമാണ്. മഞ്ചു രാജവംശം ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി. ഭരണകൂടത്തിൽ അഴിമതിയും കാര്യക്ഷമതയും വർദ്ധിച്ചു. ജനങ്ങൾക്ക് ഭരണത്തോട് അതൃപ്തിക്ക് ഇത് ഇടയാക്കി. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ വിദേശ ശക്തികളുടെ ഇടപെടൽ. ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു. ചൈനയ്ക്ക് സമമായ ഉടമ്പടികൾ അംഗീകരിക്കേണ്ടി വന്നു. ദേശീയ അഭിമാനത്തിന് ഇത് വലിയ തിരിച്ചടിയായി. പിന്നെ അഫീം യുദ്ധങ്ങളുടെ ആഘാതം. അഫീം യുദ്ധങ്ങളിൽ ചൈന പരാജയപ്പെട്ടതും വിദേശ രാജ്യങ്ങൾക്ക് നിരവധി വ്യാപാര രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ നൽകേണ്ടി വന്നു. ഭരണകൂടത്തിന് ദുർബലത ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഓപ്പിയം വാസം. ചൈനയുമായുള്ള കച്ചവടക്കമ്മി പരിഹരിക്കാനായിട്ട് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് കറുപ്പ് നിയമവിരുദ്ധമായിട്ട് കടത്തിയതൊക്കെ ഇതിൽ വരും. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി. അമിതമായ നികുതിയും കർഷകരുടെ കടബാധ്യത, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചതൊക്കെ ഒരു കാരണമാണ്. പിന്നിലുള്ള കാരണമാണ് സാമൂഹിക അസമത്വം. ഭൂമിയുടെ ഭൂരിഭാഗവും ഭൂവുടമകളുടെ കൈവശമായിരുന്നു. കർഷകരും സാധാരണ ജനങ്ങളും ദുരിതത്തിലായി. സാമൂഹിക നീതിക്കായുള്ള ആവശ്യം ശക്തമായി. ഇത് ഒരു കാരണമാണ്. അടുത്ത കാരണമാണ് ദേശീയബോധത്തിൻ്റെ വളർച്ച. വിദേശാധിപത്യത്തിനെതിരെ ജനങ്ങളിൽ ദേശീയബോധം വളർന്നു. അത് ചൈനയെ ശക്തമായ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന് ഉള്ളൊരു ആഗ്രഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. ഈ വിപ്ലവ നേതാക്കളുടെ സ്വാധീനം. സൻ യാറ്റ്സെന്നിൻ്റെയും മാവോ സെങ്ങിൻ്റെയും ആശയങ്ങൾ പ്രചരിച്ചു. പിന്നീട് മാവോ സെങ്ങൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ കർഷകരുടെ പിന്തുണ നേടി. ഇതെല്ലാം ഇത്തരം കാര്യങ്ങളാണ് ചൈനീസ് റവല്യൂഷനിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ. ഇത്ര നേരം നമ്മൾ നോക്കിയത് കാരണങ്ങളായിരുന്നു. ഇനി നമുക്ക് 1911 സിൻഹായ് വിപ്ലവം എന്തായിരുന്നു നോക്കാം. ഇതിൻ്റെ ആരംഭം 10 ഒക്ടോബർ 1911 ഇതിനെയാണ് വുൻചാങ് കലാപം എന്നും പറയും. ഇതിൻ്റെ മറ്റു പേരാണ് സിൻഹായ് വിപ്ലവം എന്ന് പറയുന്നത്. നേതൃത്വം കൊടുത്തത് സാൻ യാറ്റ്സെൻ ആണ് നേതൃത്വം കൊടുത്തത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മഞ്ചു രാജവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതും ഭരണം അവസാനിപ്പിച്ച് റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഈ വിപ്ലവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് 1912 റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നു. സാൻ യാറ്റ്സെൻ ചൈനയുടെ ആദ്യ താൽക്കാലിക പ്രസിഡൻ്റായി. പിന്നീട് പ്രസിഡൻ്റായിട്ട് യുവാൻ ഷിക്കായി വന്നു. 1911 വിപ്ലവത്തിലൂടെ അവസാനിച്ച രാജവംശം ഏതാണെന്ന് വെച്ചാൽ മഞ്ചു ഡൈനാസ്റ്റി ആണ്. സാൻ യാറ്റ്സെന്നിൻ്റെ 3 തന്ത്രങ്ങളായിരുന്നു: ദേശീയത, ജനാധിപത്യം, ജനങ്ങളുടെ ക്ഷേമം എന്നുള്ളത്. ആ സമയത്തുണ്ടായിരുന്ന 2 പാർട്ടികളാണ് കുവോമിൻടോങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയും. കുവോമിൻടോങ്ങിൻ്റെ സ്ഥാപകൻ സാൻ യാറ്റ്സെൻ ആണ്. പിന്നീട് നേതാവായത് ചിയാങ് കായ്-ഷെക് ആണ്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏകീകൃത ചൈനയും ശക്തമായ ദേശീയവാദ ഭരണവുമായിരുന്നു. ദേശീയവാദ പാർട്ടിയായിരുന്നു ഇത്. പിന്നീടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന CCP സ്ഥാപിച്ചത് 1921 പ്രധാന നേതാവ് മാവോ സെതൂങ് ആയിരുന്നു. കർഷകരുടെ പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു. ഈ ചൈനീസ് സിവിൽ വാർ നടന്നിട്ടുള്ളത് 2 ഘട്ടമായിട്ടാണ്. ഒന്നാം ഘട്ടം 1927 തൊട്ട് 1937 വരെയാണ്. അത് ദേശീയവാദികളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലായിരുന്നു. KMTയും CCPയും തമ്മിലുള്ളൊരു വാറായിരുന്നു. പിന്നെ 1937 തൊട്ട് 1945 വരെ രണ്ടാമത് ചൈനയും ജപ്പാനും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഇതിൽ KMTയും CCPയും ദേശീയവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ജപ്പാനെതിരെ ഒന്നിച്ച് പോരാടുകയാണ് ഉണ്ടായത്. പിന്നെയുള്ളത് രണ്ടാം ഘട്ടമാണ്. അത് 1945 തൊട്ട് 1949 വരെയാണ്. അത് വീണ്ടും ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. അതിൽ CCP ആയിരുന്നു വിജയിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ലോങ് മാർച്ച് എന്താണെന്ന് നോക്കാം. ലോങ് മാർച്ച് എന്ന് വെച്ചാൽ 1934-35 കാലഘട്ടത്തിൽ നടന്ന ലോങ് മാർച്ച് കമ്മ്യൂണിസ്റ്റ് സേന നടത്തിയതാണ്. ദീർഘമായിട്ടുള്ളൊരു പിൻവാങ്ങൽ യാത്രയായിരുന്നു. ഏകദേശം 9000 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. മാവോ സെതൂങ് ശക്തമായ നേതാവായിട്ട് ഉയർന്നു ആ കാലഘട്ടത്തിൽ.
അടുത്ത 1937 തൊട്ട് 45 വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടാം ചൈന ജപ്പാൻ യുദ്ധം നടന്ന സമയത്ത് ജപ്പാൻ ചൈന ആക്രമിച്ചു. അതിൽ KMTയും CCPയും താൽക്കാലികമായി ഒന്നിച്ച് ജപ്പാനെതിരെ പോരാടി. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അത്. ഇനി രണ്ടാം ഘട്ട യുദ്ധസമയത്തുണ്ടായത് 1945 തൊട്ട് 49 വരെയുള്ള കാലഘട്ടത്തിൽ ആഭ്യന്തര യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചതിൻ്റെ ഇതിനകത്ത് 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, അതായത് തീയതി ഒക്ടോബർ 1, 1949 നടക്കുന്നത്. നേതാവ് മാവോ സെതോങ് ആയിരുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന പ്രഖ്യാപിച്ചു. തലസ്ഥാനം ബെൽജിംഗ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്നു. ഇതോടെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്നു. മാവോ സെതോങ് രാജ്യത്തിലെ പരമോന്നത നേതാവായിട്ട് ഇതിലൂടെ മാറി. നമ്മൾ നേരത്തെ ചിയാങ് കായ്ഷെക്കിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ആഭ്യന്തര യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം തായ്വാനിലേക്ക് ഇദ്ദേഹം മാറി. അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന ഭരണകൂടം തുടർച്ചയായി ഇതുപോലെ. ഇനി മാവോ സെതൂങ്ങിൻ്റെ പ്രധാന നയങ്ങൾ നോക്കാം. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് 1958 ഒരു നയമാണ്. വേഗത്തിലുള്ള കാർഷിക വ്യവസായ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയായിരുന്നു ഇത്. പ്രതീക്ഷിച്ച വിജയം നേടാതെ വലിയ ക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധി ഇതുണ്ടാക്കി. ഇനി അടുത്തത് കൾച്ചറൽ റെവല്യൂഷനാണ്. 1966 തൊട്ട് 1976 വരെയുള്ളതായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാവോ ആരംഭിച്ചൊരു പ്രസ്ഥാനമായിരുന്നു. വിദ്യാഭ്യാസം, സംസ്കാരം, രാഷ്ട്രീയം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ഇതുണ്ടാക്കി. ഇനി നമുക്ക് കുറച്ച് ഓർത്തിരിക്കാനുള്ള ക്വിക്ക് ഫാക്ട്സ് നോക്കാം. 1911 നടന്ന വിപ്ലവത്തിൻ്റെ പേരാണ് സിൻഹായ് കലാപം. വിൻഹായ് കലാപം നടന്നത് സിൻഹായ് കലാപം നടന്നത് ഒക്ടോബർ 10, 1911 അതിലൂടെ ഈ മഞ്ചു ഡൈനാസ്റ്റി അവസാനിക്കുന്നത് 1911. റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് 1912 1912. CCP രൂപീകരണം നടന്നത് 1921. ലോങ് മാർച്ച് നടന്നത് 1934 തൊട്ട് 35 വരെയുള്ള കാലഘട്ടത്തിലാണ്. രണ്ടാം ചൈന ജപ്പാൻ നടന്നത് 1937 തൊട്ട് 45 വരെയുള്ള കാലഘട്ടത്തിലാണ്. PRCയുടെ രൂപീകരണം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് PRC. അതിൻ്റെ രൂപീകരണം നടന്നത് ഒക്ടോബർ 1, 1941. PRCയുടെ സ്ഥാപകൻ മാവോ സെതൂങ് ആണ്. PRCയുടെ തലസ്ഥാനം ബെയ്ജിംഗ് ആണ്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് നടന്നത് 1958. കൾച്ചർ റെവല്യൂഷൻ 1966 1976. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഇതിൽ മൊത്തത്തിൽ ഈ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ. ജനങ്ങളുടെ ശക്തിയാണ് ചരിത്രം മാറ്റുന്നതെന്ന് മാവോ സെതൂങ്ങിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും ഒപ്പീനിയൻസൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻസിലൂടെ അത് അറിയിക്കണം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.